സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി കളർ ദി പിക്ചർ എന്നാണ് കേട്ടോ. കളർ ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ ദിസ് ഈസ് എ തന്നിട്ടുണ്ട്. അപ്പൊ എന്താ ദിസ് ഈസ് എ ബട്ടർഫ്ലൈ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്. അപ്പൊ ഏതൊക്കെയാണ് ആക്ഷൻ വേർഡ്സ് നമുക്ക് നോക്കാം. അവിടെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് മാത്രം തരും. ആ പിക്ചേഴ്സിൽ നിന്ന് എന്താണോ അവർ ചെയ്യുന്നത്, ആക്ഷൻ വേർഡ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരും കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ആക്ഷൻ വേർഡ്സ് നമുക്ക് നോക്കാം. ഫോളിങ്, ചേസിങ്, ലൈയിങ്, മാർച്ചിങ്, സെർച്ചിങ്, റണ്ണിങ്, ഈറ്റിംഗ്, ഹൈഡിങ്, സിറ്റിംഗ്. ഇത്രയൊന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിൽ 5 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുള്ളൂ. ഇവിടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് കൂടുതൽ ആക്ഷൻ വേർഡ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. An ant is dash for food. എന്താ വരിക? suitable action word എന്താണ്? An ant is searching ആണ് അല്ലെ? searching for food. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബട്ടർഫ്ലൈ ആൻഡ് ആൻഡ് ആർ ഡാഷ് അണ്ടർ ദ മഷ്റൂം. എന്താണ്? ബട്ടർഫ്ലൈ ആൻഡ് ആൻഡ് ആർ സിറ്റിംഗ് അണ്ടർ ദ മഷ്റൂം അല്ലെ? ഇരിക്കുകയാണ് അല്ലെ? റാബിറ്റ് ഈസ് ഡാഷ് ടുവേർഡ്സ് ദ മഷ്റൂം. എന്താ വരിക? റാബിറ്റ് ഈസ് റണ്ണിങ് ടുവേർഡ്സ് ദ മഷ്റൂം ആണ് അല്ലെ? നെക്സ്റ്റ് ദ എലിഫന്റ് ഫാമിലി ഈസ് ഡാഷ് ഓൺ ദ ബെഡ്. മോസ്റ്റ് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ് എന്താ വരിക? ദ എലിഫന്റ് ഫാമിലി ഈസ് ലൈയിങ് ഓൺ ദ ബെഡ്. ദ റാബിറ്റ് ഈസ് ഡാഷ് ബിഹൈൻഡ് ദ മഷ്റൂം. The rabbit is hiding ആണ് അല്ലെ? hiding behind the mushroom. A fox is dash the rabbit. എന്താ വരിക? A fox is chasing the rabbit. Raindrops dash from the sky. Raindrops falling from the sky എന്നാണ് അല്ലെ? Next question. The elephant family is dash the cake. എന്താ വരിക? The elephant family is eating the cake. Last, a group of ants is dash on the ground. എന്താ വരിക? A group of ants is marching on the ground. ഇത്രയും ആക്ഷൻ വേർഡ്സ് നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് തന്നോളണമെന്നില്ല. അപ്പൊ ഇതിന്റെ സ്പെല്ലിങ്ങും കൂടി നിങ്ങൾക്ക് അറിയണം. പിക്ചേഴ്സ് ആയിരിക്കും തരിക. ആ പിക്ചേഴ്സിൽ ആക്ഷൻ വേർഡ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതേണ്ടി വരുവേ. ആക്ടിവിറ്റി 3 കോൺവേഴ്സേഷൻ ആണ്. A fox is chasing a rabbit. The rabbit runs to a mushroom and asks for help from an ant, a butterfly, a sparrow and a mouse who are standing under the mushroom. Complete the conversation between them. നമുക്ക് നോക്കാം. റാബിറ്റ് അപ്പൊ എന്താ പറയുന്നത്? ഹെൽപ്പ് മീ എന്ന് പറയുന്നു കേട്ടോ. ആൻഡ് എന്താ ചോദിക്കുന്നുണ്ട് കേട്ടോ? ക്വസ്റ്റ്യൻ മാർക്കാണ് കണ്ടോ. ഡാഷ് ഹാപ്പൻഡ് എന്നാണ്. അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടാവുക? വാട്ട് ഹാപ്പൻഡ് എന്നാണ് അല്ലെ? അവിടെ വാട്ട് എന്ന് എഴുതാം. അപ്പൊ റാബിറ്റ് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ഫോക്സ് ഈസ് ചേസിങ് മീ എന്നാണ് അല്ലെ? അവിടെ അത് എഴുതണം കേട്ടോ. ഫോക്സ് ഈസ് ചേസിങ് മീ. അപ്പൊ സ്പാരോ എന്താ പറയുന്നത് നോക്കൂ. ഡോണ്ട് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി കഴിഞ്ഞിട്ട് പിന്നെ ഡാഷ് എന്നുണ്ട് അല്ലെ? അപ്പൊ എന്തായിരിക്കും? ഡോണ്ട് വറി എന്നായിരിക്കും അല്ലെ? അപ്പൊ എന്താ പറയാ? വി വിൽ ഹെൽപ്പ് യു എന്നാണ് അല്ലെ? ദെൻ അപ്പൊ റാബിറ്റ് എന്തോ ചോദിക്കുകയാണ്. എന്താ? ഡാഷ് വിൽ ഐ ഹൈഡ് എന്നാണ്. അപ്പൊ എന്താ വരിക? വേർ വിൽ ഐ ഹൈഡ്. ഞാൻ എവിടെ ഒളിക്കും എന്നാണ് അല്ലെ? വേർ വിൽ ഐ ഹൈഡ് എന്ന് എഴുതുക. അപ്പൊ മൗസ് പറയാണ് കം ആൻഡ് ഡാഷ് ബിഹൈൻഡ് ദ മഷ്റൂം എന്നാണ്. അപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? മഷ്റൂമിന്റെ പിറകിൽ ഒളിക്കാനായിരിക്കും അല്ലെ? അപ്പൊ എന്താ വരിക? കം ആൻഡ് ഹൈഡ് ബിഹൈൻഡ് ദ മഷ്റൂം. നെക്സ്റ്റ് റാബിറ്റ് എന്തോ ചോദിക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ ആൻഡ് ആൻസർ പറയുന്നത് എന്താ? നോ വൺ വിൽ സീ യു എന്നാണ് കേട്ടോ. അപ്പൊ എന്താ അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? വിൽ ദ ഫോക്സ് സീ മീ എന്നാണ് അല്ലെ? ഫോക്സ് എന്നെ കാണുമോ എന്നാണ് അല്ലെ? അപ്പോഴാണ് ബട്ടർഫ്ലൈ പറയുന്നത് ഇല്ല, ആരും നിന്നെ കാണില്ല എന്ന് കേട്ടോ. അപ്പൊ റാബിറ്റ് എന്താ പറയുന്നത്? താങ്ക് യു ഡിയേഴ്സ് എന്നാണ് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി 4 ആണ്. ആഡ് ലൈൻസ് ടു ദ സോങ് യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. അപ്പൊ വരികൾ കൂട്ടിച്ചേർക്കാനാണ് കേട്ടോ പാട്ടിന്. അപ്പൊ നമുക്കിവിടെ ഹിൻസ് തന്നിട്ടുണ്ട്, ക്ലൂകൾ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വരികളെ കൂട്ടിച്ചേർക്കാം. ഇവിടെ തന്നിരിക്കുന്ന ക്ലൂസ് നോക്കൂ കേട്ടോ. യെല്ലോ, ബ്രൗൺ, ഗ്രീൻ, നൈസ്, സ്വിം, ഫ്ലൈ, ക്യൂട്ട്, സ്കൈ, പോണ്ട്. ഇത്രയും ക്ലൂസ് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് 4 ലൈൻസ് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ബ്ലാക്ക് എലിഫന്റ്സ് മാർച്ച് ഓൺ ദ ഗ്രൗണ്ട്, വാക്കിംഗ് ഇൻ എ ലൈൻ, ദേ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് പാരറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ലൈൻ വരി തന്നിട്ടില്ല. അടുത്തത് ഡാഷ് ഇൻ എ ലൈൻ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ദേ ലുക്ക് സോ എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പാരറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് അവിടെ കുറച്ച് കളറുകൾ ക്ലൂ ആയി തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ പാരറ്റ്സിന്റെ കളർ എന്താ? ഗ്രീൻ ആണ് അല്ലെ? അപ്പൊ ഗ്രീൻ പാരറ്റ്സ് എന്ന് എഴുതാം. പിന്നെ പാരറ്റ്സ് ഒക്കെ എന്താ ചെയ്യാ? ഫ്ലൈ ചെയ്യാ സ്കൈയില് അല്ലെ? അപ്പൊ ഫ്ലൈ ഇൻ ദ സ്കൈ എന്ന് എഴുതാം. ഡാഷ് ഇൻ എ ലൈൻ എന്നല്ലേ? അവിടെ എന്താ എഴുതാം? ഫ്ലൈയിങ് ഇൻ എ ലൈൻ. പിന്നെ ദേ ലുക്ക് സോ
അവിടെ നമുക്ക് ബ്രാക്കറ്റില് ക്ലൂസ് ഉണ്ടല്ലോ, ക്യൂട്ട് എന്നും നൈസ് എന്നൊക്കെ ക്ലൂസ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ദേ ലുക്ക് സോ ക്യൂട്ട് എന്ന് എഴുതാം, അല്ലെങ്കിൽ ദേ ലുക്ക് സോ നൈസ് എന്ന് എഴുതാം കേട്ടോ. അടുത്ത വരികൾ നോക്കുക. അവിടെ ഡക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഏത് കളർ നമുക്ക് പറയാം? യെല്ലോ, യെല്ലോ ഡക്സ്. പിന്നെ ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. അടുത്ത ലൈൻ ഫുൾ ഫിൽ ചെയ്യണം അല്ലെ. എന്താ ചെയ്യാൻ പറ്റിയ ക്ലൂസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, സ്വിമ്മും പോണ്ടെന്നും. അപ്പൊ സ്വിം ഇൻ ദ പോണ്ട്. പിന്നെ ഡാഷ് ഇൻ എ ലൈൻ എന്നാണ്. അവിടെ എന്താ എഴുതാം? സ്വിമ്മിങ് ഇൻ എ ലൈൻ. പിന്നെ ദേ ലുക്ക് സോ, ബാക്കി നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എന്താ എഴുതാം? നൈസ് എന്ന് എഴുതാം. നേരത്തെ ക്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നൈസ് എന്ന് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 5 ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആൻഡ് സർക്കിൾ ഇറ്റ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഗോട്ട്, ടൈഗർ, റാബിറ്റ്, കൗവ് അല്ലെ. ഇതിലെ ഓഡ് വൺ എന്ന് പറയുന്നത് ആരാ? ടൈഗർ ആണ്. സർക്കിൾ ചെയ്യാം. അടുത്തത് ഫിഷ്, ഫ്രോഗ്, ഡക്ക്, പാരറ്റ്. ആരാണ് ഓഡ് വൺ ഔട്ട്? പാരറ്റ് ആണ്. ബാക്കിയെല്ലാം വെള്ളത്തിൽ നീന്തുന്നവയാണ്. പാരറ്റ് ഫ്ലൈ ചെയ്യണതാണ്. അപ്പൊ പാരറ്റിനെ റൗണ്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ഹണി ബി, ഹൗസ് ഫ്ലൈ, ആൻഡ് മോസ്കിറ്റോ. ഹണി ബി എന്ന് പറഞ്ഞാൽ അറിയാലോ, തേനീച്ച. ഹൗസ് ഫ്ലൈ പറഞ്ഞാൽ ഈച്ച. ആൻഡ് ഉറുമ്പ്. മോസ്കിറ്റോ എന്ന് പറഞ്ഞാല് കൊതുക് കേട്ടോ. അപ്പൊ ഏതാണ് ഓഡ് വൺ? ആൻഡ് ആണ് അല്ലെ. ആൻഡ് ഉറുമ്പാണ്. ബാക്കിയെല്ലാം എന്താ? ഫ്ലൈ ചെയ്യുന്നതാണ് അല്ലെ. എന്ത് ചെയ്യാ? ആൻഡിന് സർക്കിൾ ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ആക്ടിവിറ്റി പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഇവിടെ എലിഫന്റ് ഫാമിലിയുടെ പിക്ചർ ആണ്. നമുക്ക് നോക്കാം. ഇൻ ദിസ് പിക്ചർ ദ എലിഫന്റ് ഫാമിലി ഈസ് ഇൻ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. എവിടെയാ? ഈസ് ഇൻ ദ പാർക്ക് എന്നാണ് അല്ലെ. ദേ ആർ ഡൂയിങ് ഡിഫറെന്റ് എന്നിട്ട് ഡാഷ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ? ദേ ആർ ഡൂയിങ് ഡിഫറെന്റ് എക്സസൈസസ് ആണ് അല്ലെ. മദർ എലിഫന്റ് ഈസ് ഡാഷ് ഹെർ ഹാൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. എന്താ ചെയ്യുന്നത്? മദർ എലിഫന്റ് ഈസ് സ്ട്രെച്ചിങ് ഹെർ ഹാൻഡ്സ് അല്ലെ. ഡാഷ് ഈസ് ഡൂയിങ് പുള്ളപ്സ്. ആരാണ് പുള്ളപ്സ് എടുക്കുന്നത്? ഫാദർ എലിഫന്റ് ആണ് അല്ലെ. ഫാദർ എലിഫന്റ് ഈസ് ഡൂയിങ് പുള്ളപ്സ്. വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് എന്നാണ്. അപ്പൊ എന്താ? വൺ ഓഫ് ദ ചിൽഡ്രൻ ഈസ് സ്വിങ്ങിങ് ആണ് അല്ലെ. അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. അടുത്തത് ഫുട്ബോൾ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ വൺ ഓഫ് ദ ചിൽഡ്രൻ ഈസ് സ്വിങ്ങിങ് എന്ന് എഴുതുക. ഡാഷ് ഫുട്ബോൾ എന്നുണ്ട്. അത് ആരാ ഫുട്ബോൾ കളിക്കുന്നത്? ബേബി എലിഫന്റ് ആണ്. അപ്പൊ എങ്ങനെയാ എഴുതുക? ബേബി എലിഫന്റ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, ബൈ.